പോക്സോ കേസ് പ്രതി സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ ഹെഡ്മാസ്റ്റർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം ഫോർട്ട് സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രദീപ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. രാഹുൽ ജിനാഥ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഈ പോക്സോ കേസ് പ്രതി ഈ ഒരു ചടങ്ങിൽ, പ്രവേശനോത്സവ ചടങ്ങിൽ എത്തിയപ്പോൾ ഏറ്റവും വലിയ വിവാദമായിരുന്നു. ചെറിയ മക്കൾക്ക് എന്ത് അർഹതയാണ് ഇയാൾക്ക് ഇവിടെ വരാനുള്ളത് എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടന്നതാണ്. അന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഇതിനെതിരെ അന്വേഷിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ സർക്കാർ നിർദ്ദേശപ്രകാരമാണോ ഇങ്ങനെ ഒരു സസ്പെൻഷൻ? അങ്ങനെ തന്നെയാണ്, സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയത് പോക്സോ കേസിൽ ഉൾപ്പെട്ട അധ്യാപകർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകണം എന്ന തീരുമാനത്തോടു കൂടിയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിൽ പ്രവേശനോത്സവത്തിന് വ്ളോഗറായ ഇത്തരത്തിൽ പോക്സോ കേസിൽ പ്രതിയായ മുകേഷ് എം നായർ പങ്കെടുക്കുന്നത്. അത് ആ ഘട്ടത്തിൽ തന്നെ വലിയ വിവാദമായി. അത് വിദ്യാഭ്യാസ വകുപ്പിന് അവമതിപ്പുണ്ടാക്കുന്ന ഘട്ടത്തിലാണ് മന്ത്രി ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞത്. ആ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഹെഡ്മാസ്റ്റർക്ക്, ഈ പ്രഥമാധ്യാപകന് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോഴും പ്രഥമാധ്യാപകന്റെ വിശദീകരണം എടുത്തപ്പോൾ അത് മുകേഷ് എം നായരെ പങ്കെടുപ്പിച്ചത് സ്വകാര്യ സംഘടനയാണ്, തനിക്ക് അറിവില്ലായിരുന്നു, വേദിയിലെത്തിയപ്പോഴും ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലാണ് വിശദീകരണം നൽകിയത്. ആ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളത് തന്നെയായിരുന്നു ഈ പറയുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. എന്തായാലും ഇത്തരത്തിൽ സ്കൂളിന്റെ നടപടി എന്താണെന്ന് കാത്തിരിക്കട്ടെ, അതിനുശേഷം സർക്കാർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. എന്തായാലും സ്കൂൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. സ്കൂൾ മാനേജറാണ് ഇപ്പോൾ പ്രദീപ് കുമാറിനെ, TS പ്രദീപ് കുമാർ എന്ന ഹെഡ്മാസ്റ്ററിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സന്ധ്യ. ശരി രാഹുൽ.